യു നീഡ് ടു പുട്ട് യുവർ ഓൺ എന്താ പറയുക ഹ്യൂമൻ എഫോർട്ടും കൂടെ കൂടി അതിനകത്ത് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് യു ക്യാൻ ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഒരുപാട് ട്രിക്സ്, ടിപ്സ്, അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. പക്ഷേ ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന ജനറേഷന് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാറിന് മറ്റെന്താണ് ഈ വോക്ക് എന്നുള്ളൊരു സ്ഥാപനമല്ലാതെ മറ്റെന്താണ് സാറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആദ്യം ചോദിച്ചപ്പോൾ ചിലപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കും, അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ പറയുന്ന നമ്മുടെ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഏതൊരു അപ്രോച്ചാണ് ഒരു പ്രൊജക്റ്റിൽ എടുക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ എങ്ങനത്തെ അപ്രോച്ച് എടുക്കണം, അല്ലെങ്കിൽ ഇതിലൊരു കരിയർ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, നിങ്ങൾക്കത് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ളതിന് ആൻസർ ആയിട്ടാണ് നമ്മൾ ഇവോക്കിൻ്റെ ഒരു സബ്സിഡറി പോലെ നമ്മളൊരു ഡിജിറ്റൽ സ്കൂൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവോക്ക് ഡിജിറ്റൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 2 years ആയി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനിഷ്യലി രണ്ടും ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു 6 months ഓഫ്ലൈനും ഓൺലൈൻ കോഴ്സസും ഉണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പം നമുക്ക് ഒരു ഓൾമോസ്റ്റ് 1.5 years ആയിട്ട് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിൽ ഒരു 50% മുകളിലുള്ള ആൾക്കാരും GCC അല്ലെങ്കിൽ വേറെ ഔട്ട് ഓഫ് ഇന്ത്യ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ആൾക്കാരാണ്. ഫിസിക്കലി ഈ ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകളാണ്. എല്ലാവരും തന്നെ വർക്കിംഗ് പേഴ്സൺസും ആണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ലൈക്ക് എ സ്കിൽ, ലൈക്ക് ഡ്രൈവിംഗ് ഓർ സ്വിമ്മിങ്. സോ ആ ഒരു സ്കിൽ സെറ്റും കൂടെ കൂടിയിട്ട് അവരുടെ പ്രൊഫൈലിലേക്ക്, മേ ബി സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, അയാൾക്ക് ഡിജിറ്റൽ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ പോർട്ട്ഫോളിയോക്കകത്ത് ഈ ഒരു സ്കില്ലും കൂടെ അഡീഷണലി വരും. അയാൾക്ക് കിട്ടുന്ന സാലറിനേക്കാളും കൂടുതൽ ഇത്രയും കൂടെ സാലറി അവർക്ക് നെക്സ്റ്റ് കമ്പനിയിൽ ഹി ക്യാൻ നെഗോഷിയേറ്റ്, ബിക്കോസ് ഹി ഈസ് ആഡിങ് 1 more skill ടു ഹിസ് പ്രൊഫൈൽ. സോ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നോട്ട് എ ട്രഡീഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അക്കാദമി ഒന്നും ചെയ്യുന്ന പോലെ ഒരു ട്രഡീഷണൽ സിലബസ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ കറൻ്റ്ലി തന്നെ നമ്മളൊരു 300+ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോജക്ട്സ് നമ്മുടെ കമ്പനി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കറൻ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു മോർ ദാൻ 50% വെരി ബിഗ് ക്ലയൻസ് ആണ്. അപ്പോൾ അത്രയും വലിയ കമ്പനികൾക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ ഗൂഗിളിൽ കറൻ്റ്ലി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കമ്പനിയാണ് ആക്ച്വലി. കാരണം അവർ ഒത്തിരി കാര്യങ്ങൾ ഗൂഗിളുമായിട്ട് ചെയ്യുന്നുണ്ടാവും, ഗൂഗിളിൻ്റെ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും, നമ്മൾ എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ആ ഇൻഫർമേഷൻസ് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് സ്റ്റഡി മെറ്റീരിയൽ ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഓൺലൈൻ കോഴ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് നമ്മളിപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഡെവലപ്മെന്റ് മാത്രമല്ല ക്ലയൻസിന് കൊടുക്കുന്നത്, ക്ലയൻസിന് മാത്രമല്ല ഇതുപോലെ സമൂഹത്തിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡിജിറ്റൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവോക്ക് സ്കൂൾ അല്ലേ? ഇവോക്ക് ഡിജിറ്റൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ അത് ശരിക്കും ഒരു 2 months കോഴ്സാണ് ആക്ച്വലി. 2 months ഓൺലൈൻ കോഴ്സാണ് ആക്ച്വലി. അത് നമുക്ക് ഡിഫറെൻറ്റ് ബാച്ചസ് ഉണ്ട്. നൈറ്റ് ബാച്ചസ് ആണ് കൂടുതലുള്ളത്. കാരണം കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ടൈമിംഗ് സോൺ ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും പഠിക്കുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് നൈറ്റ് ബാച്ചസ് ഉണ്ടാവും. പിന്നെ ഹൗസ് വൈഫ്സ് ഉണ്ട്, അതൊരു വലിയ ഫാക്ടർ. GCCയിൽ ഇരിക്കുന്ന ഒരുപാട് ഹൗസ് വൈഫ്സ് ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു ബാച്ചുണ്ട്. കാര്യം അവർ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് അവർക്ക് ആ ബാച്ചിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 12 മണിക്ക്, എനിക്ക് വേണം അത് കറണ്ട് റണ്ണിങ് ബാച്ചിലൊക്കെ എനിക്ക് വേണം 30+ ഈ ഹൗസ് വൈഫ്സ് മാത്രം ഉണ്ട്, അവരത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 months കോഴ്സായിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. 2 months കഴിഞ്ഞിട്ട് ഒരു 1 month ഇന്റേൺഷിപ്പ് പ്രോഗ്രാമോടെ കൂടി നമുക്കുണ്ട്. ആ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവോക്കിൻ്റെ പ്രൊജക്റ്റുകളിൽ തന്നെയായിരിക്കും നമ്മളത് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു 3 months കോഴ്സായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഡിസൈനും ഡെവലപ്മെന്റും അല്ലാതെ സാറിൻ്റെ ആ ഒരു ഡിജിറ്റൽ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലേസ്മെന്റ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ട്രഡീഷണൽ അക്കാദമി ആയിട്ടാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ബിസിനസ് അല്ല ഡിജിറ്റൽ സ്കൂൾ. വൈ ഐ ഇനിഷ്യേറ്റഡ് ഡിജിറ്റൽ സ്കൂൾ ഈസ് ആക്ച്വലി എനിക്ക് എല്ലാ വർഷവും മിനിമം ഒരു 3 to 4 മിനിമം റിക്രൂട്ട്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിലേക്ക് മാത്രം എടുക്കുന്നുണ്ട്. സോ വെൻ ഐ എം ഡൂയിങ് ദ റിക്രൂട്ട്മെൻറ്റ് ഞാൻ ചിലപ്പോൾ ഒരു 40 to 50 പീപ്പിളൊക്കെ ആയിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഈ 50 പേരിൽ നിന്നൊക്കെ ആയിരിക്കും ഒരാളെ എനിക്ക് കിട്ടുന്നത്. സോ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ആക്ച്വലി ഓൾ ദീസ് 50 പീപ്പിൾ ആർ ആക്ച്വലി സ്റ്റഡി സംവെയർ. എവിടെയോ പഠിച്ചിട്ടുണ്ട് അവർ ആക്ച്വലി. പക്ഷേ ഇപ്പം അവർക്കൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല. സോ അതെനിക്കൊരു വലിയ പ്രശ്നമാണ്. അതിൽ നിന്ന് ഈ 50 പേരിൽ നിന്ന് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരാളെ ആയിരിക്കും ഞാൻ റിക്രൂട്ട് ചെയ്യുന്നത്. സോ ദെൻ ഐ ഡിസൈഡഡ് ദാറ്റ് വൈ ഡോണ്ട് വി സ്റ്റാർട്ട് എ സ്കൂൾ വേർ വി വിൽ ടീച്ച്. ഡിജിറ്റൽ സ്കൂളിലേക്ക് എത്തിയതിനും ഓരോ കാരണങ്ങളുണ്ട്. ഓഫ് കോഴ്സ് കാരണമുണ്ട്. ഞാൻ അവിടെ നിന്നാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അതായത് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബാച്ചിൽ ഇപ്പോൾ ഒരു 30 പേര് പഠിക്കുന്നുണ്ട്, അതിനകത്ത് ഒരാൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുമല്ലോ, ഏറ്റവും ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, വി വിൽ ടേക്ക് ദ സ്റ്റുഡൻറ്റ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ
പക്ഷേ ഐഡിയലി ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇപ്പം ഒരു 50 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്കൂളോ കോളേജോ വാട്ടവർ, അതിനകത്ത് ചിലപ്പം ഒരു 1-2 പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും. കുറച്ച് പേര് പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കും. കുറച്ച് പേര് ചിലപ്പം റിലേറ്റീവ്സോ ആരെങ്കിലും റെഫറൻസ് ഒക്കെ ചെയ്ത് ഏതെങ്കിലും കമ്പനി കയറും. ഇതൊക്കെ തന്നെയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സംഭവിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ താല്പര്യമാണ്, അങ്ങനെ നിങ്ങൾ എഫോർട്ട് ഇട്ട് പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും. കാരണം യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. നേരെ മറിച്ച് ഇപ്പോൾ വീട്ടുകാർ പറയുകയാണ് വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ, എന്തെങ്കിലും കോഴ്സ് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. എല്ലാ കോഴ്സ് പോലെ തന്നെയാണ് ഈ കോഴ്സും ആക്ച്വലി. അപ്പോൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഒക്കെ അതൊക്കെ ജസ്റ്റ് വേർഡ്സിൽ പറയാമെന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഒന്നും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് മാത്രമല്ല, ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവോക്കിനെ സമീപിക്കാം എന്നുള്ളതാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ ഇവോക്കിൻ്റെ ഡിസൈൻ ഡെവലപ്മെന്റും കഴിഞ്ഞു, അതിൻ്റെ ഡിജിറ്റൽ സ്കൂളിലേക്കും എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വെഞ്ചർ അല്ലെങ്കിൽ അടുത്തൊരു എന്താണ് സാറിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്? ഇപ്പം നമ്മളൊരു സർട്ടൺ ബിസിനസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. വി ഹാവ് എ ഡിഫൈൻഡ് വോളിയം എവറി ഇയർ വിച്ച് ഈസ് ആക്ച്വലി ഇൻക്രീസിങ് ഓൺ എവറി ഇയർ. അടുത്തൊരു ലെവലിലേക്ക് എന്ന് വെച്ചാൽ അടുത്തൊരു ലെവലിലെ പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് എ ബിഗ് പുഷ്. ആ ബിഗ് പുഷ് വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് സർട്ടൺ ഇൻവെസ്റ്റേഴ്സ് ഓൾസോ. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ബിഗർ കമ്പനീസ് ടു ഗെറ്റ് ഈ ഷെയർ അവർ മേടിക്കണം. അവരും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് വേണം അടുത്ത പുഷിലേക്ക് പോകാനായിട്ട്. ലൈക്ക് എ റോക്കറ്റ്, ലൈക്ക് ബാക്കിൽ നിന്ന് അത്രയും വലിയ ഫ്യൂൽ കിട്ടിയാലാണ് നമുക്ക് ഇനി അടുത്തൊരു ഒരു പുഷ് കിട്ടത്തുള്ളൂ. സോ അത് ഞാൻ പറയുന്നത് നോട്ട് ഇൻ ടേംസ് ഓഫ് മണി, ഐ മീൻ ഇൻ ടേംസ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് കമ്പനി കണക്ഷൻസ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ആക്ച്വലി. അത് നമ്മൾ ഓൾറെഡി ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഓൾറെഡി നമ്മളൊരു അക്വസിഷൻ മോഡൽ സംസാരിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡിസ്കഷൻസ് ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ അവരൊരു മേ ബി ഒരു 40% ആണ് അവരായിട്ട് ഉദ്ദേശിക്കുന്നത്. 40% സ്റ്റേക്ക് ഹോൾഡിംഗ് അവർ ചെയ്യും. ആൻഡ് ദേ വിൽ ഇൻവെസ്റ്റ് ദ മണി ഓൾസോ. ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ഇവോക്ക് ദർ ഇൻ US ആൻഡ് ഓൾ ദ അതർ കമ്പനീസ്. ഇപ്പോൾ ബാക്കിയുള്ള കൺട്രിയിലുള്ള എല്ലാ കമ്പനീസും കൂടെ കൂടിയിട്ട് US കമ്പനിയുടെ അടിയിലേക്ക് വരും. സോ ദെൻ ഇറ്റ് ബിക്കം എ US കമ്പനി. ഇവോക്ക് ബിക്കം എ US കമ്പനി, നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി. ഇറ്റ് ബിക്കം എ പ്യുവർ US കമ്പനി. അന്നേരം സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദ പ്രൈസിംഗ് വിൽ എവരിത്തിങ് വിൽ ഗോ ഇൻ USD. അപ്പോൾ ചിലപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ ഇവോക്ക് ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണ്. എന്തായാലും ഇപ്പം ഇവോക്കിൻ്റെ ഡിസൈൻ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ സ്കൂൾ ഇനി അടുത്ത ഈ പറഞ്ഞ യൂസ് പ്രൊജക്റ്റ് ആയാലും സാറിൻ്റെ അത് ഭംഗിയായിട്ട് തന്നെ നിറവേറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങുവാനായാലും അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ബിസിനസ് സക്സസ്സിലേക്ക് എത്തിക്കാനായാലും ഒരുപാട് ട്രിക്സ് വേണം, ടിപ്സ് വേണം, ഗൈഡൻസ് വേണം, ഐഡിയാസ് വേണം. അപ്പോൾ ഇതെല്ലാം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇവോക്ക് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്. ആ സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള എൽദോ സാറിനായിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. സാറിൻ്റെ ഇൻസ്പിറേഷൻ സ്റ്റോറീസാണ് നമ്മൾ കേട്ടത്. അപ്പോൾ സാർ ഒരു IT പ്രൊഫഷണലാണ്. ആ ഒരു ഹൈ പ്രൊഫൈൽ ജോബ് വിട്ടിട്ടാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളും അല്ലെങ്കിൽ നിങ്ങളും ഒരു ജോബ് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സാറിനെ സമീപിക്കാം. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഒരു ഡിജി സ്കൂളും സാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കത് പഠിക്കാനും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്പിറേഷൻ സ്റ്റോറീസ് നമുക്ക് ഇനിയും കേൾക്കാനായി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഇറ്റ്സ് മീ സജ്ന സാറ സൈനിങ് ഓഫ്.